ജീവിതയാത്രയിൽ മുൻപോട്ട് പോകുവാൻ കഴിയാതെ പലവിധമായ പ്രയാസ പ്രതിസന്ധികളിലായിരിക്കുന്ന സഹോദരങ്ങൾ എന്നെ കാണാറുണ്ട്. ആ പ്രയാസ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ അവർ എന്ത് ചെയ്തുവെന്ന് ഞാൻ ചോദിക്കുമ്പോൾ, ഞങ്ങൾ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയി, അല്ലെങ്കിൽ ഇന്ന പരിശുദ്ധൻ്റെ അടുക്കൽ പോയി പ്രാർത്ഥിച്ചു, അങ്ങനെയുള്ള പ്രാർത്ഥനകളുടെ അവരുടേതായ രീതിയിൽ ഉള്ള പരിഹാരം തേടിയിട്ടുള്ള മറുപടികളാണ് ലഭിക്കുന്നത്. എന്നാൽ ഈ പ്രാർത്ഥിക്കുമ്പോൾ അവർ ആ വിഷയം ചെന്ന് ആ ഒരു പരിശുദ്ധൻ്റെ അടുക്കലോ അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രത്തിലോ അല്ലെങ്കിൽ മതസ്ഥാപനത്തിലോ ഒക്കെ സമർപ്പിച്ചിട്ട് കടന്നു പോരും. അതോടുകൂടി ആ പ്രശ്നം പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം അവരെ ഏൽപ്പിച്ചിട്ട് ഇവർ മടങ്ങിപ്പോരുകയാണ്. ഞാൻ ചോദിച്ചു, അത് കഴിഞ്ഞ ശേഷം എങ്ങനെയാണ് പ്രാർത്ഥന? ഞങ്ങൾ 2 നേരം അല്ലെങ്കിൽ 3 നേരം പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ നിലവിളിയുടെ ശബ്ദം സദാ മുഴങ്ങണം. വിശുദ്ധ ബൈബിളിൽ സെയിൻറ്റ് പോൾ പറയുന്നുണ്ട്, എപ്പോഴും പ്രാർത്ഥിക്കണം. അത് അദ്ദേഹം ആവർത്തിക്കുന്നത് യേശുക്രിസ്തു പറഞ്ഞ കാര്യമാണ്. യേശുക്രിസ്തു തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞത് പ്രേ ഓൾവേസ്, എപ്പോഴും പ്രാർത്ഥിക്കണം. എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ അത് നാം ഏതെങ്കിലും ഒരു ദേവാലയത്തിൽ കയറി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉറക്കമില്ലാതെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന അവസ്ഥയല്ല. നമ്മുടെ അനുദിന ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർധാരയിൽ നിന്ന് ഉയരേണ്ട മന്ത്രധ്വനിയാണ് പ്രാർത്ഥന. ദൈവമേ ദൈവമേ എന്ന് വിളിച്ചാൽ തന്നെ അത് പ്രാർത്ഥനയാണ്. കാരണം നാം ദൈവത്തെ ആശ്രയിക്കുകയാണ്. അപ്പോൾ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത് പ്രേ ഓൾവേസ്, എപ്പോഴും പ്രാർത്ഥിക്കുക. പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ വരുമ്പോൾ നാം അവിടെയും ഇവിടെയൊക്കെ പോയി, അതൊക്കെ ശരിയായ കാര്യങ്ങളാണ്. പക്ഷേങ്കിൽ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ, മുൻപോട്ട് പോകാൻ കഴിയാത്ത പ്രയാസ പ്രശ്നങ്ങളൊക്കെയും വരുമ്പോൾ ദൈവത്തോട് സദാ പ്രാർത്ഥിക്കുന്ന, എപ്പോഴും ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു ഭക്തനെ ദൈവത്തിനൊരിക്കലും തള്ളിക്കളയുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് എപ്പോഴും പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഈ എപ്പോഴും പ്രാർത്ഥന ഉണ്ടാകണം. ഞാൻ ഇപ്രകാരം എന്നെ സന്ദർശിക്കുന്ന അതേ മറുപടികൾ തേടി വരുന്ന അനേക സഹോദരങ്ങളെ ഈ പ്രക്രിയയിലേക്ക് നയിക്കുന്നുണ്ട്. ഓൾവേസ് പ്രെയർ, അങ്ങനെയുള്ള പ്രാർത്ഥനകൾ കടന്നു വരുമ്പോൾ അത് അവർ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിരുന്നാലും നാം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം നമുക്ക് കിട്ടുന്ന സമയത്ത് എത്രമാത്രം നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കുവാൻ കഴിയും. അനേകമായ ജീവിത പ്രശ്നങ്ങളിൽ അപ്രകാരം പ്രാർത്ഥിക്കാനുള്ള സമയമോ സന്ദർഭങ്ങളോ നാം എടുക്കാറില്ല. എന്നാൽ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ പ്രയാസങ്ങളുടെ മുമ്പിൽ പതറാതെ മുന്നോട്ട് പോകുവാനും അവിടെയൊക്കെയും ദൈവിക കൃപകൾ കൊണ്ട് അതിനെ അതിജീവിച്ച് മുൻപോട്ട് പോകുവാനും സാധ്യമാകുന്നു എന്നുള്ളത് അനുഭവ യാഥാർത്ഥ്യമാണ്.